നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് നേരിട്ട് പരിപാടിയിലേക്ക് വിളിക്കാം. ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 0484284050 എന്ന ഫോൺ നമ്പറിൽ നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ വാട്സാപ്പ് വഴി ഞങ്ങളിലേക്ക് എത്തിക്കാം. 6235968937 ഈ നമ്പറിലൂടെ വാട്സാപ്പ് വഴി ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ ഞങ്ങൾക്ക് അയച്ചു നൽകാം. മഴക്കാലം അടുക്കുകയാണ്. കാലവർഷം ആൻഡമാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ മഴ മുന്നറിയിപ്പുകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് 7 നാളെ 4 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. മഴക്കാലം അടുത്തതോടെ കോഴിക്കോട് കുന്നിയോറമല നിവാസികൾ ആശങ്കയിലാണ്. ദേശീയപാതയ്ക്കായി കുന്നു തുരന്നതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് പ്രദേശവാസികൾ. മണ്ണിടിച്ചിൽ ഭീഷണി തടയാൻ സോയിൽ നൈലിംഗ് പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് അത് നിർത്തിവെച്ച സാഹചര്യമാണ് ഇപ്പോൾ. കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിഞ്ഞ് വലിയ പ്രതിസന്ധിയിലായിരുന്നു ഇവിടത്തുകാർ. ആളുകളെ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഒരു മഴക്കാലം കൂടി അടുത്തിരിക്കെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. കോഴിക്കോട് കൊയിലാണ്ടിക്ക് സമീപം കൊല്ലത്താണ് കുന്നിയോറമല സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാതയുടെ വീതി കൂട്ടാനായി കുന്നിയോറമല ഇടിച്ച് റോഡ് പണിതു. ഇത് കുറേയധികം ആളുകളുടെ ജീവനും സ്വത്തിനും ആശങ്കയായി മാറി. അധികൃതരുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും അനുകൂലമായതൊന്നും സംഭവിച്ചില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഏതു നിമിഷവും നിലം പൊത്താമെന്ന നിലയിൽ മീറ്ററുകൾ ഉയരത്തിലാണ് കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിഞ്ഞത് വൻ ആശങ്കയായിരുന്നു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതാണ്. വീണ്ടും മഴക്കാലം പടിവാതിക്കൽ എത്തി നിൽക്കെ മണ്ണിടിഞ്ഞ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് മിശ്രിതമൊഴിച്ച് ബലപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് പുരോഗമിച്ചിരുന്നത്. എന്നാൽ പ്രവൃത്തി നടത്തിയ ഭാഗങ്ങളിൽ വീടുകൾക്ക് വിള്ളലും കിണറിലെ വെള്ളം ഉപയോഗശൂന്യവുമായി. മലയുടെ അടിഭാഗത്തെ മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ സോയിൽ നൈലിൻ പ്രായോഗികമല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമ്മളിവിടെ താമസിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കെങ്കിലും ഒരു ആപത്തോ പെട്ടെന്ന് ഒരു വയസ്സായ ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്. ഇപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുമ്പോൾ ഒരു വഴി എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ളൊരു വണ്ടി പോലും കയറാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പോരാട്ടം തുടരുന്നത്. നമുക്ക് 2-3 വർഷത്തിലേറെയായിട്ട് വഴി തരും, നമുക്ക് പ്രോപ്പറായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും തരും, ഭീഷണിയുള്ള വീടുകളെ മാറ്റുമെന്നൊക്കെ പറയും. വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ലാണ്ട് നമുക്ക് ഇതുവരെ ഒരു പ്രാക്ടിക്കലായിട്ടൊന്നും ചെയ്തില്ല. അപ്പൊ ഞങ്ങളുടെ കൗൺസിലർ ഇതിനെപ്പറ്റി NHAനുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് 70% പണി കഴിഞ്ഞ. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ 70% പണി കഴിഞ്ഞെന്ന് പറയാൻ എന്ത് പണിയാണ് ഇവിടെ കഴിഞ്ഞത്? കുറെ കമ്പി അടിച്ച് കുത്തി കയറ്റിയിട്ടുണ്ട്. ഈ കുത്തി കയറ്റിയ സ്ഥലത്തോടു കൂടി വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം ഭൂമിയെ നശിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ജീവനും കൂടെ ഇവിടെ ഭീഷണിയായിട്ട് നിന്നുകൊണ്ടിരിക്കുക. പ്രതിഷേധത്തെ തുടർന്ന് അപകട ഭീഷണി നേരിടുന്ന വീടുകളും സ്ഥലവും ദേശീയപാതയ്ക്കായി ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഭൂമി ഏറ്റെടുക്കില്ലെന്നും സോയിൽ ലൈനിങ് ചെയ്ത് മുന്നോട്ടു പോകുമെന്നുമാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചത്. ഇതോടെ വീണ്ടും സമരം ആരംഭിച്ചു. അപകടാവസ്ഥയിലുള്ള വീടുകൾ ഏറ്റെടുക്കുക, ഗതാഗത സൗകര്യം പുനഃസ്ഥാപിക്കുക, കോൺക്രീറ്റ് വാൾ നിർമ്മിച്ച് സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ. ഒപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആവശ്യമുണ്ട്. മഴക്കാലം ഇത്തവണ നേരത്തെ എത്തുമെന്നാണ് മുന്നറിയിപ്പ്. എന്നിട്ടും അധികൃതർക്ക് കുലുക്കമില്ല. മുൻ അനുഭവങ്ങൾ മുൻനിർത്തിയെങ്കിലും ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമ്മൾ പോകുന്ന മലപ്പുറം മണ്ണാർമറയിലേക്കാണ്. അവിടെ ആളുകൾ പുലിപ്പേടിയിലാണ്. ഒരാഴ്ച മുൻപാണ് നാട്ടുകാർ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ശേഷം പ്രദേശത്ത് വനംവകുപ്പ് കാര്യമായി ഇടപെടൽ നടത്തിയില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രധാന ബൈപ്പാസ് റോഡിലാണ് പുലിയുടെ സാന്നിധ്യമെന്നതും വെല്ലുവിളി ഇരട്ടിയാക്കുന്നുണ്ട്. മണ്ണാർമല മാട് പ്രദേശം പുലിപ്പേടിയിലായിട്ട് കാലം കുറച്ചായി. ഈ CCTVയിലാണ് ഒരാഴ്ച മുൻപ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഇവിടെ നിന്ന് പെരിന്തൽമണ്ണ നഗരത്തിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അങ്ങനെ 100 കണക്കിന് വാഹനങ്ങൾ വരുന്ന ബൈപ്പാസിലാണ് ഈ പുലിപ്പേടി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മണ്ണാർമല മാട് റോഡിൽ സ്ഥാപിച്ച CCTVയിൽ പുലിയുടെ ദൃശ്യങ്ങൾ ആദ്യം പതിഞ്ഞിരുന്നത്. ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കൂട് സ്ഥാപിച്ചു. പക്ഷേ പുലിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. പതിയെ വനംവകുപ്പ് പിൻവാങ്ങി കൂട് മാറ്റി. കഴിഞ്ഞയാഴ്ച മാട് പ്രദേശത്തെ ഞെട്ടിച്ച് വീണ്ടും പുലി റോഡ് മുറിച്ചു കടക്കുന്നതായിട്ടാണ് CCTVയിൽ കണ്ടത്. ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രദേശത്ത് കൂട് സ്ഥാപിക്കുകയോ പുലിയെ പിടികൂടാനുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ഒരുക്കുകയോ വനം വകുപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ഭാഗത്തു നിന്നാണ് പുലി അവസാനമായിട്ട്
ക്യാമറയുടെ ദൃശ്യത്തിൽ പതിഞ്ഞത്. അപ്പോൾ നമ്മളിതിനെ പിടിക്കാനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷീറ്റിൻ്റെ അടിയിലൂടെ ചെറിയൊരു ഭാഗമാണ്, ഒരു പുലിക്ക് മാത്രം പോരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിരം റോഡ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും രൂപത്തിൽ ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വലയോ അതല്ലെങ്കിൽ അനുബന്ധമായിട്ട് എന്തെങ്കിലും വെച്ചുകൊണ്ട് കൂട് മാത്രമാക്കാതെ രീതിയിലുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് വേണം ഇതിനെ പിടിക്കാനുള്ള എല്ലാ സാഹചര്യവും അവർക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ജനങ്ങൾ നാട്ടുകാരുടെ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്നും കാര്യവട്ടത്തെത്താൻ ഈ ബൈപ്പാസാണ് നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്നത്. കുറുകെ പുലി ചാടുമോ എന്ന ഭീതി. കാട്ടുപന്നി ശല്യം, കുരങ്ങ് ശല്യവും രൂക്ഷമായ പ്രദേശമാണ് മണ്ണാർമല. ഇപ്പോൾ പുലി കൂടി എത്തിയതോടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ പോലും പേടിച്ച് പ്രദേശവാസികൾ. ഇന്നലെയും ഒരു ബൈക്കാരൻ്റെ മുമ്പിലൂടെ ചാടിയിരിക്കണു. എന്നാ അറിയില്ല, ബൈക്കുകളെ മേത്ത് പുറത്തോട്ട് ചാടിയാണ്ട് ബൈക്കിനും ആൾക്കും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആൾക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിന് മുന്നോട്ട് വരിക. നമ്മൾ ഈ റോഡിലൂടെ ഒരുപാട് ജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. മേലാറ്റൂർ, കരുവാരുണ്ടി ഭാഗത്തേക്കുള്ളൊരു പെരുന്തമണ്ണക്കുള്ളൊരു ബൈപ്പാസാണ് ഈ റോഡ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പുല്ലിനെ പിടിച്ചാലൊരു വഴി കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഭീതിയോടെ ഇപ്പോൾ ജനങ്ങൾ കഴിയുന്നത്. കുട്ടികളെ ദിവസവും കൊണ്ടാക്കലാണ്, പേടിയാണ്. കാട്ടുപന്നി കുറുകെ ചാടി നിരവധി യാത്രക്കാർക്ക് ഇവിടെ പരിക്കു പറ്റിയിട്ടുണ്ട്. പൗരസമിതി റോഡിൽ മുൻകരുതൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പുലി 2 തവണയും ഒരേ വഴിയിലൂടെയാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. അവിടം കേന്ദ്രീകരിച്ച് പിടികൂടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ദിവസങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. വളരെ ഗൗരവത്തിൽ വനം വകുപ്പ് ഇടപെടണം. മണ്ണാർമലയിൽ പുലിയുണ്ടെന്ന് വനം വകുപ്പിനറിയാം, നാട്ടുകാർ അതിന് തെളിവ് കൊടുക്കുന്നുമുണ്ട്. പക്ഷേ പിടികൂടാൻ കഴിയുന്നില്ല. സ്ഥാപിക്കാനുള്ളത് കൂടാണ്. ഈ കൂട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ പുലി കയറിയിട്ടുമില്ല. ആധുനിക സംവിധാനങ്ങളാണ് ഈ മൃഗങ്ങളെ പിടികൂടാനൊക്കെയായി ഇനി വേണ്ടത്. അതിനുള്ള പഠനങ്ങളാണ് അത്യാവശ്യമായി വേണ്ടത്. കാരണം ഇത് മണ്ണാർമലയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഈ വന്യമൃഗശല്യമില്ലാത്ത ഏത് പ്രദേശമാണ് കേരളത്തിലുള്ളത് എന്ന് തന്നെ ചോദിക്കേണ്ട അത്ര ഗുരുതരമായ സ്ഥിതിയാണ് ഇപ്പോഴുമുള്ളത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. പുലിപ്പേടിക്ക് പരിഹാരമുണ്ടാകണമെന്ന അവിടുത്തെ പ്രദേശവാസികളുടെ ആവശ്യം അധികൃതർ കേൾക്കുമെന്ന വിശ്വാസത്തോടെ നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. വന്യജീവി സംഘർഷത്തിൽ നാശനഷ്ടങ്ങൾക്ക് സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡം തയ്യാറാക്കിയിരിക്കുന്നു. ദുരന്ത നിവാരണ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, വന്യജീവി സംഘർഷങ്ങൾ കേരളത്തിൽ പതിവാണ്. വന്യജീവി സംഘർഷങ്ങളിൽ ഈ മരിക്കുന്ന ആളുകളുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡം പുതുക്കി നിശ്ചയിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ദുരന്ത നിവാരണ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പരമാവധി 10 ലക്ഷം രൂപ സഹായം നൽകും എന്നുള്ള മുൻ തീരുമാനം ആവർത്തിക്കുന്നുണ്ട്. നേരത്തെയും 10 ലക്ഷം രൂപ സഹായം നൽകിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡത്തിൽ ചെറിയ തർക്കങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. വനത്തിനുള്ളിൽ വെച്ചാണോ വനത്തിന് പുറത്ത് വെച്ചാണോ മരിച്ചതെന്നൊരു തർക്ക വിഷയമായിരുന്നു. എന്നാൽ വനത്തിനുള്ളിൽ വെച്ചാണോ അതോ വനത്തിന് പുറത്ത് വെച്ചാണോ മരിച്ചതെന്ന് നോക്കാതെ തന്നെ എല്ലാവർക്കും സഹായം നൽകാനുള്ള തീരുമാനമാണ് ഈ പുതുക്കിയ മാനദണ്ഡത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ കടന്നൽ, തേനീച്ച തുടങ്ങിയവയുടെ ആക്രമണത്തിൽ മരിക്കുന്നവർക്ക് 4 ലക്ഷം രൂപ സഹായം നൽകും. മറ്റ് വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവർക്കാണ് 10 ലക്ഷം. അതിൽ 4 ലക്ഷം രൂപ ദുരന്ത പ്രതികരണ നികുതിയിൽ നിന്നും ഒപ്പം 6 ലക്ഷം രൂപ വനം വകുപ്പിൽ നിന്നുമാണ് നൽകുന്നത്. 60% പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ സഹായം നൽകാനാണ് തീരുമാനം. ഒപ്പം തന്നെ 40% വരെ പരിക്കേറ്റവർക്ക് 1.5 ലക്ഷം രൂപയും സഹായമായി നൽകും. ഇക്കാര്യത്തിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആയുഷ്മാൻ സ്കീമിലുള്ളവർക്ക് ഈ പരിക്കേറ്റവർക്ക് സഹായത്തിന് അർഹത ഉണ്ടായിരിക്കില്ല എന്നും ഈ പുതുക്കിയ മാനദണ്ഡത്തിൽ പറയുന്നു. ശരി, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഇന്ന് തുടക്കത്തിൽ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുധാകരൻ പുത്തൻപുരയ്ക്കലിന്റെ പ്രതികരണം വരുന്നുണ്ട്. കുന്നിയോർമല അക്വയർ ചെയ്ത് സ്ഥലവാസികളെ ഭീതിയിൽ നിന്ന് രക്ഷിക്കുക. മണ്ണിന്റെ ക്ഷാമം NHAIക്ക് പരിഹരിക്കാൻ കഴിയും. അധികാരികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലമാണ് വരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പവിത്രൻ പാതിരിപ്പറ്റ മഴ മുന്നറിയിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ 4 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ ഗതാഗത രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്ന കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാത 66ന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 100 കിലോമീറ്റർ ആകും പരമാവധി വേഗപരിധി. പക്ഷേ ഇതിനിടയിൽ പലതരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. മലപ്പുറത്തെത്തിയാൽ ദേശീയപാതയിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈൻ ബോർഡുകളിൽ വ്യാപക തെറ്റുകൾ ഉണ്ട് എന്നാണ് പരാതി. ഹിന്ദിയിൽ എഴുതിയ ബോർഡുകളിലാണ് അക്ഷരത്തെറ്റുകൾ. വഴിതെറ്റാതിരിക്കാൻ സ്ഥാപിച്ച ബോർഡുകൾ വായിച്ച് യാത്രക്കാർ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യമെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ഹിന്ദി മാത്രം ആശ്രയിച്ചു വരുന്ന യാത്രക്കാർ ദേശീയപാതയിൽ പ്രവേശിച്ചാൽ വഴിതെറ്റുമെന്ന് ഉറപ്പാണ്. കാരണം വഴിതെറ്റാതിരിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന സൈൻ ബോർഡുകളിൽ അത്രമാത്രം തെറ്റുകളുണ്ട്.
അക്ഷരത്തെറ്റുകൾ ഇല്ലാത്ത ബോർഡുകൾ വിരളമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ സ്ഥലനാമങ്ങളിൽ തെറ്റില്ല. എന്നാൽ ഹിന്ദിയിൽ എഴുതിയതിൽ മാത്രമാണ് പ്രശ്നങ്ങൾ. കാടാമ്പുഴ എന്നത് ഹിന്ദിയിൽ എഴുതിയപ്പോൾ കദംപുച്ച എന്നും ആദവനാട് എന്നത് അടുവനാട് എന്നാണ് എഴുതിയത്. കോഴിക്കോടാകട്ടെ കോച്ചിക്കോട് എന്നാണ് എഴുതിയത്. രണ്ടത്താണി എന്നത് രഥാന്തനി എന്നാണ് ഹിന്ദിയിൽ എഴുതിയത്. ഞാൻ വളാഞ്ചേരി മുതൽ മീഞ്ചന്ത് ആർട്സ് കോളേജ് വരെ 5 ദിവസം യാത്ര ചെയ്തു. 90% സൈൻ ബോർഡുകളിലും ഹിന്ദി എഴുതിയിരിക്കുന്നത് തെറ്റായ രീതിയിലാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴിയോ അല്ലെങ്കിൽ ഏതൊരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ മറ്റ് ഹിന്ദി മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇപ്പോൾ കാടാമ്പുഴ എന്നുള്ളൊരു ഏറ്റവും ഫേമസ് ആയ ആ ഒരു ഇത് എഴുതിയിരിക്കുന്നത് കദംപുച്ച എന്നാണ്. എത്രമാത്രം അത് മിസ്ലീഡ് ചെയ്യപ്പെടുകയാണ്. ചെറിയ തെറ്റുകളുള്ള ബോർഡുകൾ വേറെയുമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പ്രധാനമായും ഹിന്ദി മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെയാണ് ഈ സൈൻ ബോർഡുകൾ വഴിപിഴപ്പിക്കുക. ഹിന്ദി ഭാഷയെ അവഹേളിക്കലാണ് ഇതെന്നും ആക്ഷേപം ഉയർന്നുണ്ട്. തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും തിരുത്തുമെന്നുമാണ് ദേശീയപാത അധികൃതരുടെ വിശദീകരണം. മലപ്പുറം ജില്ലയിലെ ചുരുക്കം കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ കാണാവുന്ന തെറ്റുകളാണിത്. മറ്റുള്ള ഇടങ്ങളിലും സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം തെറ്റായ ബോർഡുകൾ നീക്കി പുതിയത് സ്ഥാപിക്കണമെന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. ക്യാമറാമാൻ അബിദ് കല്ലയ്ക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വന്ന ഒരു വാർത്തയാണ്. അവിടെ കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ യുവതിയുടെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗിയെ പരിചരിക്കാനുള്ള യാതൊരു സംവിധാനവും ആശുപത്രിയിൽ ഇല്ല എന്നാണ് യുവതിയുടെ കുടുംബം ഇപ്പോൾ പറയുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം എന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ആശുപത്രിയുടെ ക്ലിനിക്കൽ ലൈസൻസ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. അടിവയറിലെ കൊഴുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതി കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിലെത്തുന്നു. ശേഷം കഴിഞ്ഞ 3 മാസങ്ങളായി യുവതി അനുഭവിക്കുന്നത് തീരാ ദുരിതം. അണുബാധ മൂലം മുറിച്ചു മാറ്റേണ്ടി വന്നത് കൈകാലുകളിലെ 9 വിരലുകൾ. ഫെബ്രുവരി 22-നാണ് തിരുവനന്തപുരം സ്വദേശി നീതു സമൂഹ മാധ്യമത്തിലെ പരസ്യം കണ്ട് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാൻ കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിൽ എത്തുന്നത്. ശസ്ത്രക്രിയയെ തുടർന്ന് അണുബാധയുണ്ടാകുകയും യുവതിയുടെ കൈകാലുകളിലെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരികയുമായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അന്ന് രാത്രി എക്സ്പ്ലോറേറ്ററി ലാപ്രോട്ടമി എന്ന് പറഞ്ഞ ഒരു സർജറി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതായത് 2.5 മാസമായിട്ടും അത് തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. അത് സക്സസ് ആയാൽ മാത്രമേ അതിൽ സ്കിൻ വന്ന് ഓടി ആ മുറിവ് ഉണങ്ങുകയുള്ളൂ. അപ്പോൾ അതുവരെ അണുബാധ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗുരുതരാവസ്ഥയിലോട്ട് പോകും. ഇമ്മ്യൂണിറ്റി കുറവായതിനാൽ അത് നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞാലേ നമ്മളൊരു പൂർണ്ണ ആരോഗ്യസ്ഥിതി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ശസ്ത്രക്രിയ നടത്തുമ്പോൾ കോസ്മെറ്റിക് ആശുപത്രിക്ക് ക്ലിനിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. കുടുംബം പരാതിയുമായി രംഗത്തെത്തിയ ശേഷമാണ് ആശുപത്രിക്ക് ക്ലിനിക്കൽ രജിസ്ട്രേഷൻ ലഭിക്കുന്നത്. വിഷയം വിവാദമായതിനു പിന്നാലെ ഈ ക്ലിനിക്കൽ രജിസ്ട്രേഷനും റദ്ദാക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗിയെ പരിചരിക്കാനുള്ള യാതൊരു സംവിധാനവും ആശുപത്രിയിലില്ലെന്നും യുവതിയുടെ കുടുംബം പറയുന്നു. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് അവിടെ കൊണ്ടുവരുമ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുവരുന്നു, കുട്ടിക്ക് അതീവ ഗുരുതരമാണ്, ക്ഷീണമാണ്, ഇതെല്ലാം വിളിച്ചു പറയുകയാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ എത്തിക്കാനാണ് പറഞ്ഞത്. പിന്നെ അവിടെ ആംബുലൻസ് സൗകര്യമില്ല, മറ്റുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ല, ക്ലിനിക്ക് നടത്താനുള്ള ലൈസൻസുമില്ല. എന്നിട്ടും പ്രതികളെ രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇത് നേരിട്ട് അന്വേഷിച്ച് നമുക്കൊരു നീതി ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. അതേസമയം സംഭവത്തിൽ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന റിപ്പോർട്ടാണ് മെഡിക്കൽ ബോർഡ് DMO അടങ്ങുന്ന എത്തിക്സ് കമ്മിറ്റിക്ക് നൽകിയത്. BP-യിൽ മാറ്റമുണ്ടായപ്പോൾ യഥാസമയം ചികിത്സ നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പക്ഷേ റിപ്പോർട്ടിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എത്തിക്സ് കമ്മിറ്റി ഈ റിപ്പോർട്ട് തള്ളുകയായിരുന്നു. സമഗ്ര അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മിറ്റി മെഡിക്കൽ ബോർഡിന് നിർദ്ദേശം നൽകി. മെഡിക്കൽ ബോർഡ് വീണ്ടും റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും പോലീസിന്റെ തുടർ നടപടികൾ. ഒരാശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചയാണ്. യുവതിയുടെ കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നു. നീതി വേണമെന്നാവശ്യപ്പെടുന്നു. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.
പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ നേരത്തെ നൽകിയ ദേശീയപാത വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വരുന്നുണ്ട്. അക്ഷയ പറയുന്നു, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ മേൽപ്പാലമോ അടിപ്പാതയോ വേണം. ഇത് അധികൃതരുടെ മുൻപിൽ എത്തിക്കണം. അവിടെയും വൻ അപകട സാധ്യത പതിയിരിക്കുന്നുണ്ട്. രോഗികൾക്ക് റോഡ് മുറിച്ചു കടന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ ഉള്ളത് എന്ന് അധികൃതർ അക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്നൊരാവശ്യം ഇപ്പോൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ചെറിയൊരു ഇടവേളയിലേക്ക് പൊതുജനം കഴുതൽ അനുസരണ പരിപാടിയിലേക്ക് വീണ്ടും നമ്മൾ എത്തുമ്പോൾ കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ എന്ന റിപ്പോർട്ടിലേക്കാണ്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിയാറിലും മുത്തപ്പൻ പുഴയിലുമൊക്കെ മലവെള്ളപ്പാച്ചിലുണ്ട്. പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ 3 പേരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തി. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. രാഹുൽ സുരേഷ് ഇപ്പോൾ കോഴിക്കോട് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. രാഹുൽ, ഈ മലയോര മേഖലകളിൽ മഴ തുടരുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ, മഴ ഇപ്പോൾ ശമിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് മുക്കം ഉൾപ്പെടുന്ന കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ അനുഭവപ്പെട്ടത്. ഈ ഗ്രാമീണ മേഖലകളിൽ അല്പം മഴ കുറവാണെങ്കിലും വനമേഖലകളിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. ഇതിന്റെ ഭാഗമായാണ് പുഴകളിൽ ഈ മലവെള്ളപ്പാച്ചിലുണ്ടായത്. പ്രധാനമായും ഇരവഞ്ഞിപ്പുഴയിലും ചാലിയാറിലുമാണ് ഈ മലവെള്ളപ്പാച്ചിലുണ്ടായത്. ഇരവഞ്ഞിപ്പുഴയുടെ ഭാഗമായിട്ടുള്ള പതങ്കയത്താണ് 3 വിനോദസഞ്ചാരികൾ കുടുങ്ങിയത്. ഇവർ മഞ്ചേരി സ്വദേശികളാണ്. അവിടെ നിന്നും വിനോദസഞ്ചാരത്തിന് എത്തിയപ്പോഴാണ് 3 പേർ പാറയുടെ മുകളിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അവർ പറയുന്ന അനുസരിച്ച് അതിവേഗം ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയായിരുന്നു. അതുകൊണ്ട് കൂടെയുള്ള ആളുകൾ വേഗം തന്നെ രക്ഷപ്പെട്ടു. പക്ഷേ 3 പേർക്ക് പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതിനുശേഷം മുക്കത്ത് നിന്നും ഫയർഫോഴ്സ് എത്തുകയും നാട്ടുകാരുടെ ഉൾപ്പെടെ സഹായത്തോടെ വടം കെട്ടിയാണ് ഈ 3 പേരെയും തീരത്ത് എത്തിച്ചത്. എന്താണെങ്കിലും ആശ്വാസകരമായ കാര്യം, അവർക്ക് പരുക്കൊന്നും ഏറ്റിട്ടില്ല. കൃത്യസമയത്ത് തന്നെ 3 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇപ്പോഴെന്തായാലും കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലും മഴ മാറി നിൽക്കുകയാണ്. ഉന്മേഷ്. ശരി രാഹുൽ, നിലവിൽ മഴയില്ല. നേരത്തെ കനത്ത മഴയുണ്ടായിരുന്നു കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ എന്നാണ് രാഹുൽ സുരേഷ് അറിയിക്കുന്നത്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പൊടിപടലങ്ങൾക്കിടയിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം വെള്ളനാട് അരുവിക്കര സ്വദേശികൾ. റോഡ് പുതുക്കി പണിയാനായി കുത്തിപ്പൊളിച്ചിട്ട് 4 മാസമായിട്ടും ടാറിംഗ് നടക്കാത്തതുകൊണ്ട് കടുത്ത പ്രതിസന്ധിയിലാണ് റോഡിന് ഇരുവശവും താമസിക്കുന്നവർ. നിരവധി പേരാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഈ പൊടിപടലങ്ങളെല്ലാം ശ്വസിച്ച് ഒരാൾ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ബാധിച്ച് മരിച്ചതായും നാട്ടുകാർ പറയുന്നുണ്ട്. ഓരോ റോഡ് നിർമ്മാണങ്ങളും ഒരു നാടിൻ്റെ വികസന സ്വപ്നങ്ങളുടെ കൂടി ഭാഗമാണ്. എന്നാൽ അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ചല്ല ഇനി പറയാൻ പോകുന്നത്. അരുവിക്കര വെള്ളനാട് റോഡിൻ്റെ ദുരിതാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു നാടിനെ മുഴുവൻ ദുരിതത്തിലാക്കിയാണ് ഈ റോഡ് നിർമ്മാണം പകുതിയിൽ ഉപേക്ഷിച്ച് ഇപ്പോൾ കരാറുകാർ പോയിരിക്കുന്നത്. പൊടി ശ്വസിച്ച് ഈ നാട്ടുകാർ കഴിയാൻ തുടങ്ങിയിട്ട് 4 മാസമായി. അരുവിക്കര മുതൽ വെള്ളനാട് വരെയുള്ള 3.5 കിലോമീറ്റർ ദൂരം. ജർമ്മൻ സാങ്കേതികവിദ്യയായ FDR ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതി. 8,80,00,000 രൂപ അനുവദിച്ചു. 4 മാസം മുൻപ് പുനർനിർമ്മിക്കാൻ റോഡ് പൊളിക്കുമ്പോൾ പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. പക്ഷേ വേഗത്തിൽ റോഡ് പണി മുന്നോട്ട് പോയില്ല. കഴിഞ്ഞ 3 മാസമായി പൂർണ്ണമായും റോഡ് പണി നിർത്തിവെച്ച നിലയിലാണ്. സാധാ ഇപ്പോൾ മണ്ണ് കുത്തിയെടുക്കുന്ന പൊടിയാണെങ്കിൽ നമ്മൾ ശ്വസിച്ച ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് കെമിക്കൽ പൊടിയാണ്. ഈ ഞങ്ങളുടെ തലമുറയില്ല, ഈ കുഞ്ഞു പിള്ളേർ, പിന്നെ യുവജനങ്ങൾ, ഇവർ വളർന്നു വരണ്ടേ, എന്ന് ശ്വാസം മുട്ടാണ് വീട്ടിൽ വരുമ്പോൾ. ഇവിടെ കിടക്കുന്ന ഏകദേശമുള്ള കുട്ടികളെല്ലാം ഇന്ന് ആശുപത്രിയിലാണ്. കംപ്ലീറ്റ് അതാ കുട്ടികൾ ഇതാ ഇവിടെ ഇപ്പോൾ. അന്നേ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ഇങ്ങനെ കുറേ ആശുപത്രിയിൽ കേസുകൾ കിടക്കുകയാണ്, ഇത്രയും മാത്രം ഒരു ഗതികെട്ടായി കിടക്കാൻ. അന്ന് ഇവിടെ വന്ന് പോലീസൊക്കെ വന്ന് പറഞ്ഞതാണ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുമെന്ന്. 14 ദിവസം സഹിച്ചുകൂടെ എന്ന് ചോദിച്ചത് ഇപ്പോഴേക്ക് 4-ാം മാസം തുടങ്ങി. ഇതുവരെ നമ്മൾ സഹിക്കണ്ടേ? ഇനി ഇതിൽ കൂടുതൽ എന്താണ് സഹിക്കാനുള്ളത്? ആവശ്യത്തിന് വെള്ളം തളിക്കുന്നില്ല. അവർ പോകുന്നതിൻ്റെ പുറകെ പൊടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന പ്രശ്നമല്ല വേണ്ടത്, അവർ ടാറിംഗ് ആണ് നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. പ്രദേശവാസിയായ നിർമ്മലകുമാരി ന്യൂമോണിയ ബാധിച്ച് കഴിഞ്ഞ ആഴ്ച മരിച്ചു. പൊടി ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പറയുന്നത്. ഈ മാരകമായ പൊടിയും കെമിക്കലും ലങ്സിൽ കയറി അടഞ്ഞിട്ടാണ് അവർ മരിച്ചതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയത്. ഒരാൾ ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. പൊതുവെ ഇനി ഈ പോക്കാണെങ്കിൽ ആരോഗ്യമുള്ളവരെല്ലാവരും മരണപ്പെടും. എല്ലാവരും ഇപ്പോൾ ശ്വാസം മുട്ടലും പല വിധത്തിലുള്ള അസുഖത്തിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അസുഖം ഇനി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കാര്യം ദുരിതമാണ്. അതല്ല, ഇത് ആരാണ് ഇതിൻ്റെ കോൺട്രാക്ട് എടുത്തേക്കണതായാലും നമ്മളെ വർക്ക് കൊടുത്ത ആൾക്കാരായാലും ഇത് ചെയ്യണം. ഇത് നല്ല രീതിയിൽ പണി പൂർത്തിയാക്കി ഉടനെ നമുക്ക് കിട്ടണം. ജനപ്രതിനിധികളും നിസ്സഹായരാണ്. വാർഡ് മെമ്പർമാർ നിരന്തരം അധികൃതരെ ബന്ധപ്പെട്ടിട്ടും പരിഹാരം കാണുന്നില്ലെന്നാണ് പരാതി. നമ്മുടെ MLA ഒക്കെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്, ഇതിൻ്റെ എഞ്ചിനീയർമാരെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അവർ വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾക്ക് തരുന്നില്ല. കൊച്ചുകുട്ടികൾ, വയസ്സായ ആളുകൾക്കൊക്കെ പൊടിയുടെ ശല്യം, അത് ഈ കെമിക്കലും കൂടെ ഉള്ളത് കൊണ്ട് പൊടിയുടെ ശല്യം വളരെ രൂക്ഷമാണ്.
സമയബന്ധിതമായിട്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കിയേ മതിയാവും. നാട്ടുകാർ ഒന്നിലധികം തവണ സ്ഥലത്ത് പ്രതിഷേധവും നടത്തി, പക്ഷേ ഫലമുണ്ടായില്ല. കരാറെടുത്ത വിശ്വമുദ്ര എന്ന കമ്പനി ഡിസംബർ 4-ന് റോഡിന്റെ പണി തുടങ്ങിയിരുന്നു. കരാർ പ്രകാരം 28 ദിവസം കഴിഞ്ഞ് അടുത്ത ഘട്ടം പണി തുടങ്ങേണ്ടതാണ്. പക്ഷേ കമ്പനി ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെന്നാണ് സ്ഥലം MLA ജി സ്റ്റീഫൻ പറയുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ ഇതുവഴി പോകുന്നവർ അപകടം മുന്നിൽ കണ്ടു വേണം പോകാൻ. ഒരു തവണ ഇതുവഴി കടന്നു പോയാൽ ഈ നന്ദിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരാരും ഇനി ഇങ്ങോട്ട് വരാതിരിക്കാൻ ആഗ്രഹിക്കും. അത്രത്തോളം പൊടിയാണ് ഇവിടെ നിന്ന് ഉയരുന്നത്. അതിനേക്കാൾ ഭീകരാവസ്ഥയിലാണ് ഈ പ്രദേശത്ത് ഉള്ളവർ ജീവിക്കുന്നത്. ഓരോ വാഹനങ്ങൾ പോകുമ്പോഴും അത്രത്തോളം പൊടിയാണ് ഉയരുന്നത്. എന്തായാലും അടിയന്തരമായി ജനപ്രതിനിധികളുടെ ഇടപെടൽ വേണം. അടിയന്തരമായി ഈ നിർത്തിവെച്ച റോഡ് പണി പുനരാരംഭിക്കുകയും വേണം. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അവരുടെ ദുരിതം കണ്ടിട്ട് അബ്രഹാം തോമസ് പറയുന്നുണ്ട്, വല്ലാത്ത ദുരിതം തന്നെ, അടിയന്തര പരിഹാരം കാണണമെന്ന്. അതിനിടെ ഷാമോൻ ഒരു കമന്റ് ചെയ്യുന്നത് മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം എന്നുള്ളതാണ്. മൂവാറ്റുപുഴയിലും സമാനമായ സ്ഥിതിയുണ്ട്. അവിടെ നഗരത്തിൽ റോഡ് നിർമ്മാണം നടക്കുകയാണ്. വലിയ ഇത്തരത്തിൽ പൊടി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു കമന്റ് അദ്ദേഹം അവിടെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ അതിർത്തി പങ്കിടുന്ന നിലമേൽ ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നാകെ ദുരിതത്തിലാണ്. തകർന്ന് തരിപ്പണമായ റോഡും അതുവഴിയുള്ള യാത്രയുമാണ് ആ നാട്ടുകാർക്ക് ദുരിതമായി മാറിയിരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ റോഡ്. തകർന്ന റോഡിലൂടെ നാട്ടുകാർ നടന്നു വലയുമ്പോൾ ഇഷ്ടക്കാർക്ക് മികച്ച റോഡ് ഒരുക്കുന്ന ഇരട്ടത്താപ്പിനെയും ഇവിടത്തുകാർ ചോദ്യം ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ അതിർത്തി പങ്കിടുന്ന തങ്കക്കല്ലിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ചടയമംഗലം മണ്ഡലത്തിലൂടെ കൊട്ടാരക്കരയിലേക്കും തിരുവനന്തപുരത്തേക്കുമൊക്കെ എത്താൻ കഴിയുന്ന ഒരു റോഡുണ്ട്. അതുവഴിയൊന്ന് യാത്ര ചെയ്യുകയാണ് ഞങ്ങൾ. ആ റോഡിൻ്റെ അവസ്ഥ പ്രേക്ഷകർ ഒന്ന് കാണണം. നിലമേൽ പഞ്ചായത്തിലെ വേക്കൽ, പുള്ളിപ്പച്ച, വട്ടപ്പാറ, തങ്കക്കല്ല് റോഡ് ഈ പരുവത്തിലിങ്ങനെയായിട്ട് വർഷം കുറച്ചേറെയായി. 2019 മുതൽ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. വാഹനത്തിൽ പോയിട്ട് കാൽനട പോലും ദുസ്സഹം. സ്കൂൾ ബസ് എക്സ്ട്രാ ഫീസ് ഈടാക്കുന്നുണ്ട്. ഇനി ഒരു സമയത്തേക്ക് ഇനി സ്കൂൾ ബസ് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? അതിന് ആർക്കെങ്കിലും ഉത്തരം തരാനുണ്ടോ? അതായത് രാഷ്ട്രീയ പകപോക്കലാണോ മറ്റ് വ്യക്തിവൈരാഗ്യങ്ങളാണോ എന്നുള്ള ഇതെല്ലാം അനുഭവിക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാര്. ഇതിൻ്റെ ഈ ശോചനീയാവസ്ഥ കാരണം പോകുന്ന വണ്ടിയിലെ ടയറിൽ നിന്ന് അടിച്ച് പല കുട്ടികളും കൈകാൽ ഒടിഞ്ഞവരുണ്ട്, മുഖത്ത് പരിക്കേറ്റവരുണ്ട്. അങ്ങനെ പല ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. നിലമേൽ പഞ്ചായത്തിലെ ഏറ്റവും വലിയ റോഡുകളിൽ ഒന്നാണിത്. ഇതുവഴി നിരവധി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും എന്തിന് ആശുപത്രികളിലേക്ക് പോലും വേഗത്തിലെത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഇതുവഴി സഞ്ചരിച്ചാൽ വാഹനം വർക്ക്ഷോപ്പിലേക്കും യാത്രക്കാർ ആശുപത്രിയിലേക്കും പോകേണ്ട അവസ്ഥ. മെമ്പർ പറഞ്ഞത് അവർ വന്ന് ഇത് ടെൻഡർ എടുത്ത പാർട്ടി തുടങ്ങാത്ത താമസമുള്ളതാണ് ഇന്നലെ വൈകിട്ടുള്ള പറഞ്ഞത്. ഒരു മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലെ റോഡിന്റെ അവസ്ഥയാണിതെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞ് പരിഹസിക്കുന്നു. പാവപ്പെട്ട നാട്ടുകാർക്ക് യാത്ര ദുരിതമെങ്കിലും മന്ത്രിയുടെയും പാർട്ടിക്കാരുടെയും ഇഷ്ടക്കാർക്ക് വീട്ടിലെത്താൻ പുതുപുത്തൻ റോഡ് MLA ഫണ്ടിൽ നിന്നും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെയ്തിട്ടിരിക്കുന്നത് പഴയ ഇറങ്ങിയ മെമ്പറുടെ വീട്ടിലോട്ടുള്ളൊരു വഴിയാണ്. ഈ വഴി എവിടെ പോണതാണ്? ഇതെല്ലാം ചെയ്യാൻ എല്ലാവർക്കും ആവും. ഈ പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്ന റോഡ് ഇവിടെ, ഞങ്ങൾക്ക് ഈ റോഡ് ഇവിടെ പണിത് തീർന്നേ പറ്റുള്ളൂ. നമുക്ക് ഒരു MLA ഉണ്ട്, MLA മന്ത്രി കൂടിയാണ്. നിഷ്പ്രയാസം ഇതിനെ അംഗീകരിച്ചതിന് സാങ്കേതികത്വം ഒഴിവാക്കി ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ സാഹചര്യമുള്ളപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെയാകെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം വലിച്ചിഴച്ച് നീട്ടിക്കൊണ്ടുപോയി. 2020-21 വേക്കൽ തങ്കക്കല്ല് റോഡിന് ഭരണാനുമതിയായെന്നാണ് പറയുന്നത്. സംസ്ഥാന ബജറ്റിൽ 8 കോടി രൂപ അനുവദിച്ചു അത്രേ. പക്ഷേ ഇതുവരെ റോഡ് പണി ആരംഭിച്ചിട്ടില്ലെന്ന് മാത്രം. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുമ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിടാൻ അളവെടുപ്പിനും സന്ദർശനവുമൊക്കെയായി ചില അധികാരികളെത്തും. പിന്നെയും കാര്യങ്ങൾ പഴയപടി തന്നെ. കരാർ തുക പോരാത്തതിന് കരാറുകാർ കളഞ്ഞിട്ടു പോയെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്. ഒടുവിൽ മറ്റൊരാൾ കരാർ എടുത്തിട്ടുണ്ടെന്നും എല്ലാം ശരിയായെന്നും പറഞ്ഞു വെക്കുന്നു.
മികച്ച നിലവാരത്തിൽ റോഡൊരുക്കാനാണ് വെച്ച് താമസിപ്പിച്ചതത്രേ. 2020-21 സംസ്ഥാന ബഡ്ജറ്റ് ഫണ്ട് 8 കോടി രൂപ ഭരണാനുമതി ലഭിച്ച റോഡാണിത്. കരാറുകാർ ഡിസ്ക്വാളിഫൈ ആയതുകൊണ്ട് റോഡ് എഗ്രിമെന്റ് ചെയ്യാൻ പറ്റാതെ വന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച ഫണ്ടിന്മേൽ പഞ്ചായത്തിന് ഫണ്ട് അനുവദിക്കുന്നതിലെ പരിമിതിയാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. PWD റേറ്റ് റിവിഷൻ വന്നെന്നും 8,75,00,000 രൂപ വേണമെന്നും പറഞ്ഞിട്ട് ആദ്യം ടെൻഡർ എടുത്ത ആൾ അത് ഉപേക്ഷിച്ചെന്നും പിന്നെ അതിൻ്റെ നടപടികൾ നടക്കുന്നുവെന്നാണ് പറയുന്നത്. രോഗികളും പ്രായമായവരുമായി നിരവധി പേർ ഈ പ്രദേശത്തുണ്ട്. ഇതുവഴി നടന്ന് കാലൊടിഞ്ഞവരും. സ്ഥിരം ബുദ്ധിമുട്ടാണ്. സ്ഥിരം ഇതുവഴി വരാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിനും. പിന്നെ വല്ലപ്പോഴും നടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ വല്ലപ്പോഴും വരുന്നുള്ളൂ. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഇരട്ടി പൈസ കൊടുക്കണം. ഓട്ടോക്കാരൊന്നും വരത്തില്ല. ഒരത്യാഹിതമുണ്ടായാൽ ആംബുലൻസ് പോലും വരാത്ത അവസ്ഥയാണിപ്പോൾ. സിനിമാ ഡയലോഗ് പോലെ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ മെമ്പറും കൂട്ടരും ഇന്നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ സ്ഥലം MLA ആയ മന്ത്രിയെ വഴിയിൽ തടയാനും വാർഡ് സഭ ബഹിഷ്കരിക്കാനുമൊക്കെയാണ് ഇന്നാട്ടുകാരുടെ തീരുമാനം. റോഡ് തരാത്തവർക്ക് വോട്ടില്ലെന്നും ഇവർ പറഞ്ഞു വെക്കുന്നു. റോഡും നാടുമെല്ലാം വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ചുവെന്ന് ഊറ്റം കൊള്ളുന്ന സർക്കാരിലെ മന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു റോഡിന്റെ ശോച്യാവസ്ഥയാണിത്. ഇഷ്ടക്കാർക്കു വേണ്ടി പഞ്ചായത്തൊരുക്കിയ മറ്റൊരു റോഡും. തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഈ ജനപ്രതിനിധികൾക്ക് എന്ത് പ്രതിബദ്ധതയുണ്ടെന്നാണ് ഇന്നാട്ടുകാർ ചോദിക്കുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി റദ്ദാക്കണമെന്ന് RSS മുഖപത്രമായ ഓർഗനൈസർ. ഇന്ത്യ പാക് സംഘർഷം നടക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് വിമർശനം. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്താണ് ഓർഗനൈസറുടെ വിമർശനം? ഷാർജ എക്സ്പോയുമായി ബന്ധപ്പെട്ട് ഗൾഫ് മാധ്യമം നടത്തിയ ഒരു പരിപാടിയിൽ മോഹൻലാലിനെ ആദരിച്ചിരുന്നു. ഈ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ടാണ് ഓർഗനൈസർ ഇപ്പോൾ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. മോഹൻലാൽ ലഫ്റ്റനന്റ് കേണലായിരിക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടക്കവേ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കുകയാണ്. അത് ശരിയല്ല എന്നതാണ് ഓർഗനൈസറിലെ ഈ ലേഖനത്തിൽ കാണിക്കുന്നത്. കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമയെ കുറിച്ച് കൂടി ഒരിക്കൽ കൂടി പരാമർശിക്കുന്നു. എമ്പുരാൻ സിനിമ അത് തീവ്രവാദത്തെ സഹായിക്കുന്ന തരത്തിൽ, അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് ഈ ലേഖനത്തിൽ പറയുന്നു. രണ്ടാമത്തേത്, ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ ഒരു ലഫ്റ്റനന്റ് കേണൽ എന്ന പദവിയിലിരിക്കെ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയായില്ല എന്ന തരത്തിലാണ് ഈ വിമർശനം പോകുന്നത്. മോഹൻലാലിന്റെ ഈ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണം എന്നതുകൂടി ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മോഹൻലാലിനെതിരെ കടുത്ത വിമർശനമാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിലെ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മോഹൻലാലിനെതിരെ വിമർശനവുമായി ഇപ്പോൾ RSS മുഖപത്രമായ ഓർഗനൈസർ രംഗത്തെത്തിയിരിക്കുന്നു. ലഫ്റ്റനന്റ് കേണൽ പദവി റദ്ദാക്കണമെന്നാണ് ആവശ്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന വിമർശനമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു വാർത്ത, കോഴിക്കോട് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അസം സ്വദേശികളായ ഫുർഖാൻ അലി, അക്ലിമ ഖാദൂൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഷഹദ് റഹ്മാനുണ്ട് കോഴിക്കോട് നിന്ന്. ഷഹദ്, പറയൂ. ദിവസമായിരുന്നു, അതായത് കോഴിക്കോട് ഇത്തരത്തിലൊരു സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വിവരം മനസ്സിലാകുന്നത്. കാരണം 17 വയസ്സുള്ള അസം സ്വദേശി ഓടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയായിരുന്നു. അവിടെ വെച്ച് ഈ പെൺകുട്ടിയാണ് ഇത്തരത്തിലൊരു വിവരം വെളിപ്പെടുത്തുന്നത്. തുടർന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഓടിപ്പോയത്. എന്നാൽ പിന്നീട് ഇത് ടൗൺ പരിധിയിലാണ് നടന്നത് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ടൗൺ പോലീസിലേക്ക് ഈ കേസ് കൈമാറി. ഈ കേസ് ഇങ്ങനെയാണ്, അതായത് കാമുകന്മാരായ പ്രതികൾ പണം സമ്പാദിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം മുഖേന ബന്ധം സ്ഥാപിക്കുന്നു. തുടർന്ന് കേരളത്തിൽ വീട്ടുജോലി തരപ്പെടുത്തി തരാം എന്ന് വിശ്വസിപ്പിച്ച പെൺകുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. മാസം 15,000 രൂപ ശമ്പളം ലഭിക്കും എന്നും പറയുന്നു. തുടർന്ന് കോഴിക്കോട് റെയിൽവേ സമീപത്തുള്ള ലോഡ്ജിൽ താമസിപ്പിക്കുകയും മുറിയിൽ പൂട്ടിയിട്ട് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ മൊഴി. അങ്ങനെ തന്നെയാണ് ഈ പ്രതികളും ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. കൂടാതെ പെൺകുട്ടിയുടെ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്ന ഒരു രീതിയാണ് ഇത്തരത്തിലുള്ളത്. ലൈംഗികമായി ഈ പെൺകുട്ടിയെ അതിക്രമിക്കുന്ന അല്ലെങ്കിൽ ലൈംഗികമായി ഈ പെൺകുട്ടി ഉപദ്രവിക്കുന്ന രീതിയിലാണ് ഈ പ്രതികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാര്യത്തിന് പോലീസ് കേസെടുത്തു. അതായത് ടൗൺ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു എന്ന് മനസ്സിലാക്കി.
ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. തത്തുല്യ പ്രാധാന്യത്തോടെ രണ്ടും കൈകാര്യം ചെയ്യും. ആവശ്യമായ സഹായവും സപ്പോർട്ടും എല്ലാ കാലത്തും ഉണ്ട്. Madam, 1 minute. Madam, may I speak? What the message you have conveyed to them? Today, the new team of Kerala, which is very balanced, and everywhere our workers are so enthusiastic, even the media, our UTF partners, they all congratulate this team, and especially it is our new responsibility to come in power in 2026, and for that the enthusiasm shouldn't stop, and we will just go together as a team and unanimously, univocally, we will speak and we will do it. That is the main promise today. യുവാക്കളും സീനിയേഴ്സും എല്ലാം കൂടി ചേർന്ന ഒരു നല്ല ടീമിനെയാണ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പിന്തുണയോടുകൂടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ കേരളത്തിലെ വരുംകാല സംഘടനാ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത്. ഞങ്ങൾ യുവാക്കളും അനുഭവ സമ്പത്തുള്ള ഞങ്ങളുടെ നേതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, കേരളത്തിലെ ജനങ്ങൾ. ACC നേതൃത്വവുമായിട്ടാണ് പുതിയ KPCC ഭാരവാഹികൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇപ്പോൾ അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നമ്മളിനി പോകുന്നത് എറണാകുളത്തെ സീപോർട്ട് എയർപോർട്ട് റോഡിലെ അനധികൃത പാർക്കിംഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. തിരക്കേറിയ റോഡിന്റെ ഇരുവശങ്ങളിലും അപകടകരമായ രീതിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. കളമശ്ശേരി നഗരസഭയുടെ വാഹനമതിൽ പദ്ധതി മറയാക്കിയാണ് ഇപ്പോഴത്തെ അനധികൃത പാർക്കിംഗ് എന്നാണ് ആരോപണം. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിലെ തോഷിബ ജംഗ്ഷൻ മുതലാണ് വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ്. സ്വകാര്യ കമ്പനികളുടെ പാർക്കിംഗ് യാർഡ് പോലെയാണ് ഇപ്പോൾ സീപോർട്ട് എയർപോർട്ടിന്റെ ഇരുവശങ്ങളും. റോഡിന്റെ ഇരുവശങ്ങളിലും അപകടകരമായ രീതിയിൽ ടാങ്കറുകൾ ഉൾപ്പെടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഈ മേഖലയിൽ വാഹനാപകടങ്ങളും പതിവാണ്. അപകട വളവുകളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ ഉണ്ടെങ്കിലും നിയമം ലംഘിച്ചുള്ള പാർക്കിംഗ് യഥേഷ്ടം തുടരുന്നു. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യങ്ങൾ അതുമുണ്ട്. പിന്നെ ഈ 5 വാഹനങ്ങൾ ATMന്റെ വാഹനങ്ങൾ ഒരു കുറഞ്ഞത് 1 വർഷത്തോളമായി അതവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പുറത്തുനിന്ന് മാറ്റി കുറച്ച് അപ്പുറത്തേക്ക് പാർക്ക് ചെയ്തേക്കാണ്. ഇതുവരെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. ഇതിൽ പോകുന്നവർക്ക് എല്ലാവർക്കും അതൊരു അസൗകര്യമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് U-ടേൺ. അപ്പോൾ ആ U-ടേണിൽ ഈ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. റോഡ് സൈഡിൽ മാലിന്യം തള്ളാതിരിക്കാനൊരുക്കിയ വാഹനമതിലും ഇപ്പോൾ ബാധ്യതയാകുകയാണ്. കളമശ്ശേരി നഗരസഭ മതിലൊരുക്കാൻ കൊണ്ടിട്ട വാഹനങ്ങൾക്കൊപ്പമാണ് മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും അനധികൃത പാർക്കിംഗ് കാണുന്നില്ലേ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഗതാഗതക്കുരുക്കും അപകടങ്ങളും നിത്യസംഭവമാണ് കൊച്ചിയിലെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ. ഈ അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വഴിയരികിലെ ഈ അനധികൃത പാർക്കിംഗ്. ക്യാമറ പേഴ്സൺ അദീഷിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇനി സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കുറാണ് കാണാം. നമസ്കാരം.